പശ്ചിമേഷ്യയിലെ ഗസയിൽ ആക്രമണത്തിൽ ഹമാസിൻ്റെ പോലീസ് തലവനടക്കം 71 പേർ കൊല്ലപ്പെട്ടു. സിറിയയിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ റഷ്യയുടെ കമാൻഡ് സെൻറ്ററും ഹെലികോപ്റ്ററുകളും തകർത്ത യുക്രൈൻ സേന എന്ന വാർത്ത വരുമ്പോൾ PP ജെയിംസ് വിദേശ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ്. പറയൂ PP ജെയിംസ്. PP ജെയിംസ് വലിക്കുവോ? ഇല്ല, ഞാൻ വലിക്കില്ല. അതും ഒരു പ്രശ്നമായനെ അല്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ വിദേശ വാർത്തകളിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏറ്റവും രൂക്ഷമാവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 30 മുതൽ 50 പേരാണ് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇത്തവണ 71 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ഇസ്രായേൽ ബോംബിംഗ് തുടരുകയാണ് എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ പോലീസ് തലവൻ മഹമ്മൂദ് സല അടക്കം നിരവധി അവരുടെ പോലീസ് സേനയിലുള്ള അവിടുത്തെ ഡിഫൻസ് സിസ്റ്റവും ആഭ്യന്തര ഇതൊക്കെ നോക്കുന്ന അതിൻ്റെ തലവനായിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടത്. അടക്കം 71 പേർ, അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളാണ് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. ഖാൻ യൂനിസിൽ, അതുപോലെ തന്നെ ജബാലിയ ദുരിതാശ്വാസ ക്യാമ്പിൽ, ഗസയിൽ തലങ്ങും വിലങ്ങും ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതിനിടയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും ഇസ്രായേലിലെ ബോംബർ വിമാനങ്ങൾ അലപ്പോ അടക്കമുള്ള നഗരങ്ങളിൽ ബോംബിട്ടു എന്ന വാർത്ത വരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം സിറിയയിലെ മിലിറ്ററി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് താങ്കൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പറയുന്നു. ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ വേറൊരു അവകാശവാദം കൂടി വന്നിട്ടുണ്ട്. വെടിനിർത്തൽ കരാറുള്ള ലെബനനിലേക്ക്, പ്രത്യേകിച്ച് ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ തന്നെ അവകാശപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ ശക്തമായിട്ട് യുദ്ധം രൂക്ഷമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവർ ഇസ്രായേലി ബന്ദികളിൽ 34 പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്ന വാർത്ത വരുന്നതും അവരിൽ ഒരുപാട് പേരെ ഈ ഹമാസ് പീഡിപ്പിച്ചു എന്ന വാർത്തകൾക്ക് ശേഷമാണ് ഇവർ ആക്രമണം ശക്തമാക്കിയത്. തിരിച്ചും അവിടുത്തെ ഇസ്രായേലിലെ ജയിലിൽ ഏതാണ്ട് 54ഓളം തടവുകാർ, പലസ്തീനി തടവുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല. അതിനിടയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു സംഘത്തെ ഖത്തറിലേക്ക് അയക്കുന്നു, ദോഹയിലേക്ക് അയക്കുന്നു സമാധാന ചർച്ചകൾക്ക് വേണ്ടിയെന്ന്. വെടിനിർത്തൽ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു, സമാധാനത്തെക്കുറിച്ച് പറയുന്നു, ഒപ്പം തന്നെ രൂക്ഷമായ രീതിയിൽ അറ്റാക്ക് നടക്കുന്നു. 71 പേർ കൊല്ലപ്പെട്ടതോടെ മരണസംഖ്യ ഏതാണ്ട് 45,600 കടന്നു പോയിരിക്കുകയാണ്. അവിടെ വലിയ വെള്ളപ്പൊക്കമുണ്ട്. ടെൻറ്റുകളൊക്കെ ഒലിച്ചുപോയി. ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ഗസയിൽ. 23 ലക്ഷം ജനങ്ങൾ, അതിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 1,10,10,000-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രികൾക്ക് നേരെ വലിയ ആക്രമണമാണ്. മറ്റേ കമൽ അദ്വാൻ എന്ന ആശുപത്രിയുടെ ഡയറക്ടറെ പിടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. ആശുപത്രിക്ക് തീയിട്ടു. അവിടുത്തെ ആശുപത്രി സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നിരിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നു. PP ജെയിംസ്, മറ്റൊരു വാർത്ത ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ വരുന്നു. അവിടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംഘം നേരിട്ടു തടഞ്ഞു. അപ്പോൾ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ട് അവിടെ രണ്ട് സംഘങ്ങളായ ആൾക്കാർ ചേരിതിരിഞ്ഞ് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. എന്താണ് ദക്ഷിണ കൊറിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ ദക്ഷിണ കൊറിയയിൽ സംഭവിക്കുന്ന സംഭവവാസങ്ങൾ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരു ത്രില്ലർ സിനിമയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും അവിടെയുണ്ട്. കാരണം ഇത് തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളായി. ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂൺ സുക്ക് യോൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അവിടെ പല കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കി പട്ടാള നിയമം കൊണ്ടുവരാൻ പോയി. ആ സമയത്താണ് പാർലമെൻറ്റിലേക്ക് ആൾക്കാർ ചാടിക്കടന്ന് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിലപ്പിച്ചത്. പിന്നീട് ഒരു ആക്ടിംഗ് പ്രസിഡന്റ് വന്നു. ആക്ടിംഗ് പ്രസിഡന്റിനെയും ഇംപീച്ച് ചെയ്തു, നിലവിലുള്ള പ്രസിഡന്റിനെയും ഇംപീച്ച് ചെയ്തു. ഇപ്പോൾ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറഞ്ഞിട്ട് ഇയാൾ ഹാജരായില്ല, പ്രസിഡന്റ് യൂൺ സൂക്ക് യോൾ. അപ്പോൾ ഇതേ തുടർന്ന് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ആദ്യം 25 പേര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു. അവിടുത്തെ സുരക്ഷാ സേന, പ്രസിഡന്റിൻ്റെ സെക്യൂരിറ്റി സേനയുണ്ട്, അവർ കടത്തിവിട്ടില്ല. പിന്നെ അത് 50ആയി 80ആയി. ഇപ്പോൾ ജനക്കൂട്ടം കൂടിയിരിക്കുന്നു. അത് പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിരിക്കുന്നു സുരക്ഷാ സേനയോട് മാറി നിൽക്കുന്നത് കോടതി വിധിയാണ്. കോടതി വിധി നടപ്പാക്കാനായിട്ട് ഔദ്യോഗിക നിയമം അനുസരിച്ച് പോലീസ് സംഘം വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് കുറ്റമായിട്ട് കാണുകയും അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് സെക്യൂരിറ്റി സേനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകാവുന്ന എല്ലാ അവസ്ഥകളിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള കാരണം പ്രസിഡൻഷ്യൽ പാലസിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും
ഇറങ്ങിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ മുഴുവൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പകരം ഒരു ആക്ടിങ് പ്രസിഡൻ്റായിട്ട് വന്ന അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ആൾ ഡിക്സു, പക്ഷെ അദ്ദേഹത്തെയും ഇംപീച്ച് ചെയ്ത് പാർലമെൻറ്റ് പുറത്താക്കി. മൂന്നാമത്തെ ആളാണ് ഇപ്പോൾ ആക്ടിങ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ എങ്ങനെ ആക്ട് ചെയ്യുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തായാലും പ്രതിഷേധ പ്രകടനങ്ങൾ ഇരുപക്ഷത്തും നടക്കുന്നു. വലിയ ഒരു ആഭ്യന്തരത്തിൻ്റെ കലാപത്തിൻ്റെ പിടിയിലാണ് ദക്ഷിണ കൊറിയ. താങ്ക് യു വി പി ജെയിംസ്.